ഈ കേന്ദ്രം സഹായം നൽകുന്ന ഒട്ടേറെ പദ്ധതികൾ ഒരു സംസ്ഥാനത്തുണ്ടാവും. ആ പദ്ധതികളിൽ കേരളത്തിലും പല പദ്ധതികളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലൈഫ് ഭവന പദ്ധതി. ഈ ലൈഫ് ഭവന പദ്ധതിയിലെ കേന്ദ്രം തരുന്ന സഹായം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഈ പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് വെക്കണമെന്നും കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ട് ബ്രാൻഡ് ചെയ്യണമെന്നൊക്കെ നിഷ്കർഷിക്കുമ്പോൾ, അല്ലെ സഹായങ്ങൾ ഇനി തരത്തില്ല എന്ന് പറയുമ്പോൾ അതെന്തൊരു മാനസികാവസ്ഥയാണെന്ന് ആലോചിക്കണം. കാരണം കേരള സർക്കാരാണ് ഭൂരിപക്ഷം പൈസ മുടക്കുന്നത്. എന്നിട്ട് കേരള സർക്കാർ സംഭാവന ചെയ്ത വീട് എന്ന് അവിടെ പറയുന്നില്ല. ഇതിൻ്റെ ലേറ്റസ്റ്റ് കണക്കുകൾ എങ്ങനെയാണ്? ഈ പിണറായി സർക്കാർ 1 and 2 5 ലക്ഷം വീടുകളാണ് ഭവനരഹിതർക്ക് നിർമ്മിച്ചു നൽകുന്നത്. ലക്ഷ്യം 2025 കൂടി. അതിൽ ഇതിനകം തന്നെ 3,71,934 വീടുകൾ നിർമ്മിച്ചു നൽകിക്കഴിഞ്ഞു. ഇങ്ങനെ നിർമ്മിച്ച ഈ 3.25 ലക്ഷത്തോളം ഈ വീടുകളിൽ 3,71,934 വീടുകളിൽ 30,000 വീടുകൾക്ക് മാത്രമാണ് കേന്ദ്ര സഹായം. നമ്മുടെ കണക്കുകൾ, കൃത്യമായ കണക്കുകൾ നമ്മൾ കാണണം. അതായത് 3.25 ലക്ഷം ഇവിടെ, 30,000 ഇവിടെ. ഈ 30,000 വീടുകൾക്ക് മാത്രമാണ് 70,000 രൂപ വീതം കേന്ദ്ര സഹായം ലഭിക്കുന്നത്. കേന്ദ്രം കൂടെ ചേരുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട്. എന്നിട്ട് ഇവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ സംഭാവന ചെയ്ത വീടെന്ന് ബ്രാൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത്. 4 ലക്ഷം രൂപയാണ് കേരള സർക്കാർ ഒരു വീടിന് മുടക്കുന്നത്. അത് ഈ 3.25 ലക്ഷം, അതായത് മൊത്തമുള്ള 5 ലക്ഷത്തില്. പക്ഷേ 30,000 വീടുകൾക്ക് 70,000 രൂപ മുടക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പേര് ബ്രാൻഡ് ചെയ്യണമെന്ന് പറയുന്ന ഒരു ഔചിത്യമില്ലായ്മയുണ്ടല്ലോ. കേരളം ഇത് ഒരിക്കലും നിഷ്കർഷിക്കുന്നില്ലല്ലോ. ഈ 4 ലക്ഷം കേരളം കൊടുക്കുന്നതിന് അവിടെ എഴുതി വെക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇനി ഇതിൻ്റെ ചെലവുകൾ, ഇതിവിടെ ചെലവഴിച്ച ഈ വീടിൻ്റെ നിർമ്മാണത്തിന് എത്ര ചെലവഴിച്ചു എന്നുള്ളത് ടോട്ടൽ കണക്ക് ഇതുവരെ ലൈഫ് ഭവന പദ്ധതിക്ക് മൊത്തം 17,104 കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞു. ഭവനരഹിതർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി 17,104 കോടി രൂപ. ഈ 17,104 കോടി രൂപയിൽ കേന്ദ്രത്തിൻ്റെ സംഭാവന വെറും 2,081 കോടി രൂപ മാത്രമാണ്. ഞങ്ങൾ ഈ നേരത്തെ പറഞ്ഞ 70,000 കണക്ക് വെച്ചിട്ട് പറഞ്ഞാൽ, അപ്പോൾ ലൈഫ് ഭവന പദ്ധതിയുടെ ചെലവിൻ്റെ 87% വഹിക്കുന്നത് സംസ്ഥാന സർക്കാർ. വെറും 12-13% മാത്രമാണ് കേന്ദ്രവിഹിതം. അവിടെയാണ് ആ പദ്ധതിക്ക് കേന്ദ്രത്തിൻ്റെ പേരെഴുതി വെക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇത് ഇപ്പം ഡൽഹിയിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഒരു മാപ്ര ചോദിച്ചൊരു ചോദ്യമാണ്. ഇവരെ പിന്നെ മാപ്ര എന്നല്ലാതെ എന്താ വിളിക്കേണ്ടത്? മാപ്ര. ആ ചോദ്യത്തിൻ്റെ ഔചിത്യമില്ലായ്മയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ചോദിച്ച ചോദ്യം എന്താണ്? ഇപ്പം ഈ സമരത്തിന് മുന്നോടിയായിട്ട് പിണറായി വിജയൻ ഡൽഹിയിലെ ധനമന്ത്രി ബാലഗോപാൽ ഇരുന്നിട്ട് വാർത്താ സമ്മേളനം നടത്തി. എല്ലാ നാഷണൽ മീഡിയയും മലയാളം മീഡിയയും ഒക്കെ അവിടെയുണ്ട്. അതിലൊരു മാപ്ര മലയാളത്തിൽ ചോദിക്കുന്ന ചോദ്യം നമ്മൾ കേട്ടതാണ്. എന്താണ്? അല്ല, നമ്മൾ ഈ മുക്കിനും നാട്ടിലെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ, ബസ് സ്റ്റോപ്പിന് അവിടെ, പിന്നെ ഇന്ന മന്ത്രിയുടെ അല്ലെ ഇന്ന MP-യുടെ ഇന്ന MLA-യുടെ ഫണ്ടിൽ നിന്ന് ഇത്ര ചെലവഴിച്ചു എന്ന് ബോർഡ് എഴുതി വെക്കാറുണ്ടല്ലോ. അങ്ങനെ വെക്കുമ്പോൾ എന്തുകൊണ്ട് ഈ സഹായം ചെയ്ത വീടിന് നമ്മൾ ബോർഡ് വെച്ചുകൂടാ എന്നൊരു മാപ്ര ചോദിക്കുകയാണ്. ആ മാപ്രയുടെ ചോദ്യത്തിന് പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി ശ്രദ്ധിച്ച് കേട്ടിരുന്നത് എന്താണെന്നുള്ളത്. അവിടെയാണ് നമ്മുടെ കാഴ്ചപ്പാട്, മനുഷ്യത്വം, നമ്മുടെ സ്വാഭിമാനം എന്നൊക്കെ പറയുന്ന വിഷയം അവിടെയാണ്. അതിന് പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി എത്രയോ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് കേട്ടോ? നമ്മൾ അതൊന്ന് കണ്ടു നോക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു പൊതുസ്ഥലത്ത് ഒരു പൊതു പ്രോജക്റ്റിന് നമ്മളൊരു ഇത് ചെയ്യുമ്പോൾ അവിടെ അത് പൊതുജനത്തിന് കാണാനുള്ളതായതുകൊണ്ട് അവിടെ നമ്മൾ ഒരു ബോർഡ് വയ്ക്കും, അല്ലെ ഇന്ന ഫണ്ടിൽ നിന്ന് ഇത്ര പൈസ ചെലവഴിച്ചു. പക്ഷെ വീടെന്ന് പറയുന്ന ഒരു സ്വകാര്യതയാണ്. ആ വീട്ടിൽ വരുന്നവർ ആ വീടിൻ്റെ മുമ്പിലൊരു ബോർഡ് വെച്ചിട്ട് ഇത് കേന്ദ്ര പദ്ധതിയിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സംഭാവന ചെയ്ത വീട്, അല്ലെങ്കിൽ
കേരള സർക്കാർ സംഭാവന ചെയ്ത വീട് എന്നവിടെ എഴുതി വെച്ചാൽ സഹായിച്ചു എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ എഴുതി വെച്ചാൽ ആ വീട്ടിൽ വരുന്ന ഓരോരുത്തരത് കാണുമ്പോൾ ആ വീട്ടിൽ താമസിക്കുന്നവർക്കൊരു സ്വാഭിമാനം നഷ്ടപ്പെട്ടു പോയില്ലേ? നിങ്ങളുടെ വീട് സർക്കാർ തന്ന സൗജന്യമാണല്ലേ എന്ന് വ്യാഖ്യാനിക്കാൻ പാടില്ല. അതൊരാളുടെ സ്വകാര്യതയാണ്, സ്വന്തം അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. നമ്മൾ ബസ് കയറാൻ നിൽക്കുന്ന ബസ് സ്റ്റോപ്പിൽ അവിടെ ഇന്ന എം പി ഫണ്ടിൽ നിന്ന് സംഭാവന ചെയ്തത് ചിലവ് ഇത്ര ലക്ഷം രൂപ, അല്ലെ ഇന്ന MLA എന്ന്, അല്ലെ ഇന്ന മന്ത്രിയുടെ എന്ന് പറഞ്ഞു വെക്കുന്ന പോലെയാണോ ഒരു വീടിൻ്റെ മുമ്പിൽ ബ്രാൻഡ് ചെയ്ത് ബോർഡ് വയ്ക്കുന്നത്? ഈ ചോദ്യം ചോദിച്ച ഈ മലയാളി മാപ്രയ്ക്ക് എന്ത് ഔചിത്യമുണ്ട്? എന്തുകൊണ്ടാണ് നിങ്ങളെ വീണ്ടും വീണ്ടും മാപ്രകൾ എന്ന് വിളിക്കേണ്ടി വരുന്നത്? അതിന് ചുട്ട മറുപടി പിണറായി വിജയൻ വളരെ സോഫ്റ്റായ ഭാഷയിൽ കൊടുത്തു. ഇതുകൊണ്ടെങ്കിലും നമ്മൾ പഠിക്കും. ഇപ്പം ഞാനൊരു വീട് വയ്ക്കുന്നു, സർക്കാർ സഹായം സ്വീകരിച്ച് എൻ്റെ വീടിന് മുമ്പിൽ ബോർഡ് വയ്ക്കുക, സർക്കാർ വിലാസം വീട് എന്ന് വെച്ചാൽ നമുക്ക് എന്താ തോന്നുക? നമ്മുടെ വീട്ടിൽ വരുന്ന നമ്മുടെ ബന്ധുക്കൾ, നാട്ടുകാർ, സുഹൃത്തുക്കൾക്കൊക്കെ എന്താ തോന്നുക? അത് ഒരാളുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണിത്. ഇതിനെ കൂട്ടി കിഴിച്ചിട്ട് ഇതെല്ലാം ഒരുപോലെ കാണുന്ന മാപ്രാ ബുദ്ധിയുണ്ടല്ലോ, അത് എന്നേ നിർത്തേണ്ട സമയം കഴിഞ്ഞു. വീണ്ടും ഇത്തരം വിഡ്ഢിത്തരം വിഡ്ഢി ചോദ്യങ്ങൾ ചോദിക്കാൻ മാപ്രകൾക്ക് യാതൊരു മടിയുമില്ല. ഔചിത്യമില്ലായ്മ വരുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണിത്. ഒരു പ്രസ് മീറ്റിൽ പോയിരുന്ന, അല്ലെ വാർത്താ സമ്മേളനത്തിൽ പോയിരുന്ന ഒരു ഇരിക്കുന്ന വ്യക്തിയോട്, ഗസ്റ്റിനോട് എങ്ങനെ ഒരു ചോദ്യം ചോദിക്കണമെന്ന്, അല്ലെ ആ ചോദ്യത്തിൽ ഔചിത്യമില്ലായ്മ ഉണ്ടെങ്കിൽ ആ ചോദ്യം ചോദിക്കാതിരിക്കാനുള്ള ഔചിത്യം കാണിക്കട്ടെ.